പണമില്ലാത്തവൻ പിണം, പണമുള്ളവൻ പണക്കാരൻ. അത് ലക്ഷമാണെങ്കിൽ പ്രഭു, ലക്ഷപ്രഭു. കയ്യിലുള്ളത് കോടികളാണെങ്കിൽ അവൻ ഈശ്വരൻ, കോടീശ്വരൻ. അക്കുത്തിക്കൊത്താനവരമ്പേൽ കയ്യിൽ കുത്ത് കരിങ്കുത്ത്, ജീപ്പ്, വള്ളം, താറാമക്കട, കയ്യിൽ ഒരു ബാങ്ക്. ആ ബാങ്കിൽ കിടക്കുന്ന കോടികൾ നിങ്ങളുടെ കൈകളിലെത്താൻ എനിക്ക് വായിൽ തോന്നുന്ന 15 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. ജസ്റ്റ് ആൻസർ മീ ആൻഡ് ഗെറ്റ് 1 crore. ക്രോറും കോടിയും ഒന്നിച്ചു വന്നപ്പോ കിറിയൊന്ന് കോടി. കം ലെറ്റ്സ് പ്ലേ. ഞങ്ങൾക്കുമാകണം കോടീശ്വരൻ. ഇന്ന് എന്നോട് മത്സരിക്കാനുള്ള ആളെ കണ്ടെത്തുവാനുള്ള എന്റെ വേഗവിരൽ ചോദ്യം. എല്ലാവരും മൂക്കിൽ നിന്നും വിരലെടുത്ത് ബസറിൽ വെച്ച് തയ്യാറായിരിക്കുക. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് ദ ചോദ്യം ഈസ്, ഞാൻ പറയുന്ന വാക്കുകളെ ക്രമത്തിൽ അടുക്കി അർത്ഥമുള്ള ഒരു മലയാള പഴഞ്ചൊല്ലാക്കി മാറ്റുക. എ അച്ചി, ബി കൊച്ചി, സി കണ്ടവന്, ഡി വേണ്ട. And the right answer is BC ഏളി. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട. മത്സരാർത്ഥികളിൽ ഏറ്റവും വേഗത്തിൽ ഉത്തരം പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് അച്ചു അങ്കിളാണ്. വെൽക്കം അച്ചു അങ്കിൾ. പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മതിച്ചു വാണിരുന്നു. ജീവികൾക്കെല്ലാം ശല്യമായി എങ്ങും മേഞ്ഞിരുന്നു. സിംഹം എങ്ങും മേഞ്ഞിരുന്നു. നമസ്കാരം സർ. നമസ്കാരം. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട, കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട, മലപ്പുറം കണ്ടവന് പുറം വേണ്ട, തൊടുപുഴ കണ്ടവന് പുഴയും വേണ്ട. അപ്പൊ കൊയിലാണ്ടി കണ്ടവനോ? കൊയിലാണ്ടി കണ്ടവന് അത് വേണ്ടേ? വേണം. എന്നാ പിന്നെ അത് പോയി അണ്ണാനെ പോലെ നിൽക്കാതെ പരിപാടി തുടങ്ങണോ? സർ, നൗ യു ക്യാൻ ടേക്ക് യുവർ ഹോട്ട് സീറ്റ്. എന്തോ? ഹോട്ട് സീറ്റിൽ കയറി ഇരിക്കാമെന്ന്. ഞാനിപ്പോൾ ഇരിക്കുന്ന പ്രതിപക്ഷ സീറ്റ് തന്നെ ഹോട്ടായി ഹോട്ടായി മൊത്തത്തിൽ പൊള്ളിയിരിക്കുവാണോ? Now you are eligible to play with me. ഞങ്ങൾക്കുമാകണം കോടീശ്വരൻ. നിയമങ്ങളൊക്കെ അറിയാലോ അല്ലേ? ഞാൻ വക്കീലല്ല. ഞാൻ സാറിനോട് 15 ചോദ്യങ്ങൾ ചോദിക്കും. ജനങ്ങളുടെയും പത്രക്കാരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് പോലെ നുണ പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. എന്നാൽ കുഴപ്പമാകും. യെസ്, ഒരൊറ്റ ചോദ്യം മതി ജീവിതം വഴിമുട്ടാൻ. ആവേശം കൊള്ളാം. താങ്ക് യു. പക്ഷേ തുപ്പല് തെറിക്കുന്നു. എന്റെ ആദ്യത്തെ ചോദ്യം ഗുരുജി കൊടുക്ക്. കുരുതി കൊടുക്കാനോ? ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? How many letters of the അക്ഷരമാല is the English essay? A 26. ഏതെന്റെ 26 ഉണ്ടോ? അതല്ല. The options are A 26, B 100 ചില്ലുവാനം, C 57, D ഒരു ചാക്ക്. 100 ചില്ലാനം അല്ല, ചാക്ക്. 26 ഭൂമി കറങ്ങുന്നത് അച്ചുതണ്ടിലാണെങ്കിൽ കേരളം കറങ്ങുന്നത് അച്ചുമാമന്റെ ഒറ്റ തണ്ടിലാണ്. ആലോചിച്ച് ഉത്തരം പറയുക. ആലോചിക്കാനൊന്നുമില്ല. A 26. A 26. അതെ. ഉറപ്പിക്കട്ടെ? കോൺക്രീറ്റ് കൊണ്ട് ഉറപ്പിച്ചു. സംശയമില്ല? ഇല്ല. ഒട്ടും സംശയമില്ല? ഇല്ലെന്നേ. ഇനി മാറ്റി പറയരുത്. ഓ, പറയില്ല. കാല് മാറില്ലല്ലോ? കാലു മാറാൻ ഞാൻ സെൽവരാജല്ല. ഇപ്പോൾ മനസ്സിൽ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്ന് ഒരു ചാഞ്ചാട്ടം തോന്നുന്നുണ്ടോ? തന്നോട് ഞാനൊരു 150 പ്രാവശ്യം പറഞ്ഞില്ലേ A 26 ഉറപ്പിക്കാൻ? പിന്നെ താൻ എന്നെ കൂടി തെറ്റിക്കാനാണോ ഈ ചാഞ്ചാട്ടവും കൂഞ്ചാട്ടവും ആയിട്ടിരിക്കുന്നത്? A 26 3 തരം ഉറപ്പ്. യെസ്, ഇത്ര തറപ്പിച്ച് പറയാൻ സാറിന് എങ്ങനെ കഴിയുന്നു? എന്റെ ഇംഗ്ലീഷ് പ്രൊഫസർ എന്നെ പഠിപ്പിച്ചതാണ്. ആരാണ് സാറിന്റെ ഇംഗ്ലീഷ് പ്രൊഫസർ? സൗത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്ന ഒരേ ഒരാൾ, സൂപ്പർ സ്റ്റാർ വൃത്തിരാജ്. A 26. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. താങ്കൾക്ക്
1.50, അതായത് 1 രൂപ 50 പൈസ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. ഈ 1 രൂപ 50 പൈസ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഞാനൊരു ആനയെ മേടിക്കും, എറണാകുളത്ത് 2 ഫ്ലാറ്റും ബുക്ക് ചെയ്യും. ഒന്ന് പോടോ, 1.5 ഉലുവ, അര പാക്കറ്റ് ദിനേശ് ബീഡി മേടിച്ച് വലിക്കും. ഇനി 3 രൂപ 40 പൈസയ്ക്ക് വേണ്ടിയുള്ള എന്റെ രണ്ടാമത്തെ ചോദ്യം. ഇവിടെ ഒരു ശബ്ദം കേൾപ്പിക്കും, അതാരുടെ ശബ്ദമാണെന്ന് തിരിച്ചറിയണം. ഐഡന്റിഫൈ ദ ഒച്ച ഓഫ് ദ കേൾപ്പിക്കൽ ഓഫ് ദ മെഡല്ല ഒബ്ലാങ്കേറ്റ ഓഫ് വോയിസ്. 1 2 3 ഒരുത്തരെ വെടിവെച്ചു, മറ്റൊരുത്തരെ തല്ലി, വേറൊരുത്തരെ വെട്ടിക്കൊന്നു. ഇതൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ ശബ്ദം ആരുടേതാണ്? ഓപ്ഷൻ എ കലാഭവൻ മണി, ബി മണിയംപിള്ള രാജു, സി എൻ.എം. മണി, ടി ഐസുകാരന്റെ മണി. ഈ മണി വല്ലാത്തൊരു പണിയായിപ്പോയി. വരുന്നത് വരട്ടെ എന്ന് കരുതി ഉത്തരം പറഞ്ഞാൽ ഞാൻ ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്യണമെന്നില്ല, ഇക്കാര്യത്തിൽ നല്ല ലോക്കായിരിക്കുകയാണ്. മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓ, മണി എന്നുള്ള പേര് പിന്നെയും പറയല്ലേ. പറയില്ല. മണിയുടെ ഒരു നാടൻ പാട്ട് വച്ചങ്ങ് കീച്ചിയാലോ? വേണ്ട. എങ്കിൽ ഞാൻ എന്റെ ചോദ്യം ഒന്ന് മാറ്റിപ്പിടിക്കാം. പക്ഷേ അതിന് മുൻപ് കളി അവസാനിച്ചിട്ടില്ല. ആരും എഴുന്നേറ്റ് പോകരുത്, അവിടെ തന്നെ ഇരിക്കണം. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. ദേ പോയി. ദാ വന്നു. വെൽക്കം ബാക്ക് ടു ഞങ്ങൾക്കുമാകാം കോടീശ്വരൻ. ₹4 വേണ്ടിയുള്ള എന്റെ മൂന്നാമത്തെ ചോദ്യം. ഗുരുജി, ചോദ്യം ഷിറ്റ്, പുല്ല്, ജസ്റ്റ് റിമെമ്പർ ദാറ്റ് തുടങ്ങിയ പദങ്ങൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത മഹാനടൻ ആര്? ഹൂസ് ഷിറ്റ് ഈസ് ദ മാൻ സംഭാവന ഓഫ് ദ മലയാളം സിനിമ? ഓപ്ഷൻ എ സുരേഷ് ഗോപി, ബി കലാമണ്ഡലം ഗോപി, സി ചിറ്റൂർ ഗോപി ആൻഡ് ഡി ചില്ലി ഗോപി. ഓ, ഇത്രയും ടഫായിട്ടുള്ള ചോദ്യം ചോദിക്കരുതെന്ന് ആദ്യം തന്നെ പറഞ്ഞതല്ലേ. ഇനി എന്ത് ചെയ്യും? താങ്കളുടെ കയ്യിൽ ഉപയോഗിക്കാതിരിക്കുന്ന 3 എണ്ണമുണ്ട്. എന്ത്? ഓഡിയൻസ് ചോയ്സ്, ഫോൺ എ ഫ്രണ്ട്, 50-50. ഫോൺ എ ഫ്രണ്ട്. ആരാണ് താങ്കളുടെ ഫ്രണ്ട്? തൊമ്മൻചാണ്ടി. തൽക്കാലം ഒരു ഫ്രണ്ട്. ഹലോ തൊമ്മൻചാണ്ടി സാർ, ഞാൻ പ്രശസ്തനായ സിനിമാ നടൻ സുരേഷ് ഗോപിയാണ്. നമസ്കാരം. സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഞാൻ താങ്കളുടെ ഒരു വലിയ ഫാനാണ്. താങ്ക് യു സർ. താങ്കളുടെ സിനിമകളായ ആറാം തമ്പുരാൻ, രാജമാണിക്യം, ഇതൊക്കെ 2ഉം 3ഉം പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ഫ്രണ്ടിനോട് ചോദ്യം ചോദിക്ക്. എടോ ചാണ്ടിയേ, എന്തോ ഏതോ ഒരു മലയാള നടനെ കുറിച്ചുള്ള ഒരു കുഴക്കണ ചോദ്യം. ഷാറൂഖ് ഖാൻ. ഞാൻ ചോദ്യം ചോദിക്കട്ടെ? തനിക്ക് പണ്ടേ ഉള്ളതാണ് എടുത്തുചാട്ടം. എന്നാ ചോദിക്ക. ഈ നടൻ മലയാള സിനിമയ്ക്ക് ഷിറ്റോ പുല്ലോ ഏതാണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയണത്. എനിക്ക് തോന്നുന്നത് അത് ഇടവേള ബാബു ആണ് എന്നാണ്. അത് ഓപ്ഷൻസിലില്ല. ഞാനൊരു ക്ലൂ തരാം. ആ നടന് ഭരത് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഭരതൻ. ഞാൻ ഒരു ക്ലൂ കൂടി തരാം. ഇതിപ്പോ എന്റെ ആവശ്യമായി പോയല്ലോ. ആദ്യത്തെ അക്ഷരം സു, അവസാനത്തെ അക്ഷരം പി. അത് പറ. ഇപ്പൊ എനിക്ക് ആളെ മനസ്സിലായി. പെട്ടെന്ന് പറ, സമയം തീരാറായി. ആദ്യത്തെ അക്ഷരം സു, അവസാനത്തെ അക്ഷരം പി. സൂപ്പി. നാലകത്ത് സൂപ്പി. അത് ഉറപ്പിച്ചോ? നാലകത്ത് സുപ്പി സിനിമാ നടനല്ലല്ലോ, ഫുട്ബോൾ താരമല്ലേ. സമയം തീരാനായി, വേഗം പറ. ആര് പറഞ്ഞു സമയം തീരാറായി എന്ന്? UDF ഗവൺമെന്റ് 5 വർഷം പൂർത്തിയാക്കാതെ ഇവിടെ നിന്ന് വിളിക്കണ്ടായിരുന്നു. സമയം അവസാനിച്ചു. നന്നായി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വലിയ സിനിമാ നടൻ, പ്രശസ്തൻ. ആരാണയാൾ? നിങ്ങളുടെ നാവിന്റെ തുഞ്ചത്തുണ്ട്. തുഞ്ചത്ത് കുഞ്ചൻ നമ്പ്യാർ. അല്ല, ഒരു ലൈഫ് ലൈൻ കൂടി ബാക്കിയുണ്ട്.
എന്നാ പിന്നെ 2 തെറ്റുത്തരങ്ങൾ മായ്ച്ചതായോ? എടാ ഗുരുജി, മാച്ച് കൊടുക്കടാ 2 എണ്ണം. ഇപ്പോൾ ചിറ്റൂർ ഗോപിയും കലാമണ്ഡലം ഗോപിയും മാഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ളത് സുരേഷ് ഗോപിയും ചില്ലി ഗോപിയുമാണ്. അതെ. എന്താ? അതെ. എന്താ? പിന്നെ ഒരെണ്ണവും കൂടി മായ്ച്ചു തരാൻ പറ്റുമോ? എനിക്ക് സൗകര്യമില്ല. എങ്കിൽ ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ താങ്കൾക്ക് സാധിക്കുമോ? സാധിക്കും. ഇത്രയും ബുദ്ധിയുള്ള എന്നോടാ കളി. ഓപ്ഷൻസ് ഒന്നുമില്ല, ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. സിമ്പിൾ. താങ്കൾക്ക് ബുദ്ധിയില്ലെന്നുള്ള കാര്യം താങ്കളുടെ കൂട്ടുകാർക്കും നാട്ടുകാർക്കും അറിയാമോ? നോ. അറിയില്ലേ? ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. യെസ്. യെസ്. അപ്പൊ എല്ലാവർക്കും അറിയാം അല്ലേ? ഇതൊരു വക. രാഷ്ട്രീയക്കാരോട് കളിക്കാൻ സിനിമാക്കാർ വളർന്നിട്ടില്ല. എങ്കിൽ എസ്സും അല്ല നോയും അല്ല, നടുക്ക് കിടക്കുന്ന ഓറല്ല. ഈ ബോറൻ ചോദ്യത്തിന് ഉത്തരം പറയാത്ത നിങ്ങൾ എനിക്കു തരണം 1 crore.